ഹായ് ഫ്രണ്ട്സ്, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇടക്കാല ബഡ്ജറ്റാണ്, സമ്പൂർണ്ണ ബഡ്ജറ്റ് അല്ല. തീർച്ചയായും ഇലക്ഷൻ പടുവാതിൽ നിൽക്കുമ്പോൾ പൂർണ്ണ ബഡ്ജറ്റിന് വലിയ പ്രസക്തിയൊന്നുമില്ല, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് ഒന്ന് ചികഞ്ഞു നോക്കിയേ, വേറെ ചില അർത്ഥങ്ങൾ കാണാം. നമ്പർ 1, ഇന്ത്യയുടെ GDP. സാധാരണ എല്ലാ രാജ്യങ്ങളും GDP കണക്ക് കൂടുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് എക്കണോമിക് അനാലിസിസ് അടിസ്ഥാനമാക്കിയാണ്, മിക്കവാറും എല്ലാ രാജ്യങ്ങളും. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യയുടേതായ രീതിയിൽ ഒരു കണക്കൊക്കെ അങ്ങ് ഉണ്ടാക്കിയിട്ട് വിളിച്ചു പറയുകയാണ് സ്വയം ഞങ്ങൾ പുരോഗതിയിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അവകാശപ്പെടുന്നത് 7%, 8% വർധനവാണ് GDP-യിൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും അതെ, അത് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ അവസ്ഥയെ നോക്കൂ. അൺഎംപ്ലോയ്മെന്റ് ഓൾ ടൈം ഹൈയാ. നിത്യോപയോഗ വസ്തുക്കളുടെ വില കുതിച്ചുയരുകയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും GDP ഗ്രോത്ത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന വലിയ അർത്ഥമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും വേണ്ടല്ലോ, ഇന്ത്യയുടെ സമ്പദ് സംവിധാനത്തെ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു ധനകാര്യ വിദഗ്ധനുണ്ട്, ശ്രീ പരകാല പ്രഭാകർ. അദ്ദേഹം അതിനിശിതമായിട്ടാണ് വിമർശിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, കാരണം അദ്ദേഹം നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഭർത്താവാണ്. ദേശീയ മാധ്യമങ്ങൾ വായിച്ചാൽ അറിയാം അദ്ദേഹം എങ്ങനെയാണ് വിമർശിക്കുന്നത് എന്ന്. ഒന്നും വേണ്ട, CAG റിപ്പോർട്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്തേ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല ഇലക്ഷൻ കഴിയുന്നവരെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അവകാശവാദങ്ങൾ വെറും പൊള്ളയാണ് എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം.